കലയെ കൊലപ്പെടുത്തിയത് പെരുമ്പുഴ പാലത്തിൽ വെച്ചാണെന്നാണ് പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത്. എന്തുകൊണ്ടാണ് മാന്നാറിനടുത്തുള്ള ഈ പാലം കൊലയ്ക്ക് തെരഞ്ഞെടുത്തത്? വിജനമായ പ്രദേശമാണ് എന്നത് തന്നെയാണ് ഈ പാലം തെരഞ്ഞെടുക്കാൻ കാരണമെന്നാണ് നിഗമനം. അധികം ആളുകളൊന്നും ഇപ്പോൾ പോലും എത്താത്ത ഈ പാലത്തിൽ 15 വർഷം മുൻപ് തെരുവിളക്കുകൾ പോലുമില്ലായിരുന്നു. ഈ പാലത്തിൽ നിന്നും അനിലിന്റെ വീട്ടിലേക്ക് വെറും 4 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. അനഘ ഹർഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കലാക്കൊലക്കേസിലെ ഏറെ നിർണായകമായ വലിയ പെരുമ്പുഴക്കടവ് പാലത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ പാലത്തിൽ വെച്ചാണ് കല വർഷങ്ങൾക്ക് മുമ്പ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ വലിയ പെരുമ്പുഴക്കടവ് പാലത്തിൽ വെച്ചാണ് കല അതിക്രൂരമായി കൊല ചെയ്യപ്പെടുന്നത്. കലയുടെ ഭർത്താവ് അനിലും സുഹൃത്തുക്കളും ചേർന്ന് കലയുടെ കഴുത്തിലൂടെ ഷാള് മുറുക്കി കലയെ കൊലപ്പെടുത്തിയത് ഈ പാലത്തിൽ വെച്ചായിരുന്നു. 2009 കല കൊല ചെയ്യപ്പെടുമ്പോഴും ഈ പാലവും പരിസരവും ഇങ്ങനെയായിരുന്നു. വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പാലം പണിത് അന്ന് മുതലേ ഇങ്ങനെ തന്നെ പാലം. ഇടയ്ക്കൊരു പെയിന്റിങ് നടന്നു, അത്രമാത്രമേ ഉള്ളൂ. 2012 അടുത്താണ് കറണ്ട് വരുന്നത് ലൈറ്റ് ഇടുന്നത്. അതിന് മുൻപ് ഇഷ്ടമായിരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഇവിടെ പല പ്രശ്നങ്ങളൊക്കെ രാത്രി സംഭവം നടന്നിട്ടുണ്ട്. കാരണം അന്നത്തെ കാലത്ത് 7 മണി കഴിഞ്ഞാൽ ആരും റോഡിൽ കാണത്തില്ല. അപ്പോൾ ഈ വെട്ടവും വെളിച്ചമൊന്നും ഇല്ല. അങ്ങനെ സമയത്ത് പിടിച്ചോറിയോ അടിയൊക്കെ നടന്നിട്ടുള്ളൊരു ഏരിയ ആയത്. തൊട്ടടുത്തൊന്നും വീടോ കടകളോ ഇല്ലാത്ത വിജനമായ പ്രദേശമാണിവിടെ. വർഷങ്ങൾക്ക് മുമ്പും ഇവിടെ ഇങ്ങനെയായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കലയുടെ കൊലപാതകം നടന്നു, അല്ലെങ്കിൽ കേസിലെ നിർണായകമായ സാക്ഷി സുരേഷ് കലയെ മരിച്ച നിലയിൽ കാറിനുള്ളിൽ കണ്ടതും ഈ പാലത്തിൽ വെച്ച് തന്നെ. അനിലും സുഹൃത്തുക്കളും അടങ്ങുന്ന 4-അംഗ സംഘം കലയുമായി ഒരു യാത്ര പോയിരുന്നു. ആ കുട്ടനാടൻ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയാണ് കല കൊല ചെയ്യപ്പെടുന്നത് എന്നാണ് പ്രാഥമിക നിഗമനം. കലയുടെ കൊലപാതകത്തിൽ ഏറെ നിർണായകമാണ് ഈ വലിയ പെരുമ്പുഴക്കടവ് പാലം. വലിയ പെരുമ്പുഴക്കടവ് പാലത്തിൽ നിന്നും ക്യാമറമാൻ എസ് അജിത്തിനൊപ്പം അനഘ ഹർഷൻ, റിപ്പോർട്ടർ ഇൻ റിപ്പോർട്ടർ.